നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സച്ചിൻ ദേവിനെ തോൽപ്പിച്ചുകൊണ്ട് ബാലുശ്ശേരിയിൽ നിന്നിതാ സൂരജിന്റെ വിജയഗാഥ ഇതാ എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. സൂരജ് എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണക്കാരനായ സൂരജ് ഒരു MLA അല്ലെങ്കിൽ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും സൂരജിന്റെ അച്ഛൻ കൃത്യമായി കൂലിപ്പണിക്ക് പോയി അന്നുള്ള വരുമാനത്തിൽ ജീവിച്ചു പോന്നിരുന്ന ആ ഒരു കുടുംബത്തിൽ ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. സച്ചിൻ ദേവ് തോൽക്കുമ്പോഴും ആര്യ രാജേന്ദ്രന് തന്നെയാണ് ഇവിടെ സച്ചിൻ ദേവ് തോൽക്കാനുള്ള കാരണം പറയുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വിജയിച്ച, തിരുവനന്തപുരം കോർപ്പറേഷൻ മുടിച്ച BJPയുടെ കയ്യിൽ കൊടുത്ത മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം വിട്ട് നേരെ പോയത് ഇവിടെയാണ്, ബാലുശ്ശേരിയിലേക്കാണ്. ബാലുശ്ശേരിയിൽ ഭർത്താവിന്റെ ഓരോ പ്രചാരണ രംഗത്തും ആര്യ രാജേന്ദ്രൻ ചിലയിടങ്ങളിലൊക്കെ തന്നെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ തോൽവിയുടെ ക്രെഡിറ്റ് ആര്യ രാജേന്ദ്രന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ആര്യക്ക് ഇത് എങ്ങനെ ആര്യ സഹിക്കും എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ഈ തോൽവിയും ആര്യ തന്നെ എടുക്കുന്നു. പക്ഷേ ആര്യ രാജേന്ദ്രൻ ഒരു പക്ഷേ മനസ്സിലെങ്കിലും ഒരു സന്തോഷമായിരിക്കാം. ആര്യ തോറ്റതിന് ശേഷം പാർട്ടിയിൽ നിന്ന് തന്നെ വല്ലാത്തൊരു കുത്താണ് ആര്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യയുടെ മണ്ഡലം കൂടിയായ നേമത്ത് VD സതീശൻ തോൽക്കുന്നു. ബാലുശ്ശേരിയിൽ ആര്യയുടെ ഭർത്താവും CPM നേതാവുമായ കഴിഞ്ഞ MLA ഒക്കെ ആയിരുന്ന സിറ്റിംഗ് MLA ഒക്കെ ആയിരുന്ന സച്ചിൻ ദേവ് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അവിടെ സൂരജ് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ലീഡ് നില ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ആര് പ്രതിപക്ഷ നേതാവാകും എന്നൊരു ചോദ്യം മാത്രമാണുള്ളത്. ആകപ്പാടെ അവിടെ ആശ്വാസം ശൈലജ ടീച്ചറായിരുന്നു. ആ ശൈലജയും തോൽക്കുന്നു. എന്നാൽ ബാലഗോപാൽ ആയിരിക്കുമോ വിജയിക്കുക? വളരെ ചെറിയ രീതിയിൽ ബാലഗോപാൽ 200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകുമോ എന്നൊരു ചോദ്യമാണ് ഈ അവസാന മണിക്കൂറിൽ വരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ മണി 11:45 കഴിയുമ്പോൾ, 11:48 കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണ്, 12 മണിയോടുകൂടി അടുക്കുമ്പോൾ എന്താണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയാഘോഷം KPCCയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. കേക്ക് മുറിച്ച് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. അതായത് 98, 2, 40 എന്നിങ്ങനെയായി കണക്കുകൾ മാറുന്നു എന്നാണ് വ്യക്തമാകുന്നത്. 98 UDF, NDA 2, LDF 40 എന്നിങ്ങനെ കണക്കിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വ്യക്തമാകുന്നു. മറ്റു ചില പരിശോധനകൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, എന്തായാലും നിയമം ഏതായാലും നേമത്ത് കസേര വലിച്ചിട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നേമത്ത് വിജയിച്ചു. നേമത്ത് ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഘട്ടത്തിലും വിജയിക്കാൻ സാധിക്കുമെന്ന് ഇല്ല. വട്ടിയൂർക്കാവിലേക്ക് നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ മുരളീധരൻ വിജയിച്ചിട്ടില്ല. അവിടെ VK പ്രശാന്തിന് തന്നെയാണ് അവിടെ സാധ്യത എന്ന് മനസ്സിലാകുകയാണ്. എന്തായാലും NDA 2, UDF 96, LDF 42 എന്നിങ്ങനെ ഒരു കണക്കിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നേമമാണ് NDAയുടെ ആദ്യ സീറ്റ്. ഇനി നിയമം തുടക്കത്തിൽ, നിയമം മാത്രമല്ല ഒരു വോട്ടെണ്ണൽ തുടങ്ങിയ ഘട്ടത്തിൽ ആവേശഭരിതമായി NDA 4 വരെ പോയിരുന്നു. ചില ഘട്ടത്തിൽ 5 വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാലക്കാടും നിയമവുമാണോ അതോ കോഴിക്കോട് സൗത്തും നിയമവുമാണോ ആ 2 എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോട് സൗത്തിൽ വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു വോട്ടെണ്ണൽ തന്നെയാണ് ഓരോ റൗണ്ടും കഴിയുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. KPCCയുടെ ആവേശമുണ്ട്. യൂത്ത് കോൺഗ്രസ് യൂത്തന്മാർ പൂർണ്ണമായും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അഭിജിത്ത് ജയിക്കുന്നു. അതുപോലെ തന്നെ 5721 വോട്ടിലാണ് അഭിജിത്ത് വിജയിക്കുന്നത്. യൂത്തന്മാർ പൂർണ്ണമായും വിജയിക്കുന്നു. ഇവിടെ വാമനപുരത്ത് നോക്കുകയാണെങ്കിൽ DK മുരളിയുടെ കഴിഞ്ഞ 2 വർഷം സിറ്റിംഗ് MLA ആയിട്ടുള്ള DK മുരളിയുടെ നാടാണ് വാമനപുരം എന്ന് പറയുന്നത്. ഈ വാമനപുരത്ത് യൂത്തനായിട്ടുള്ള പാലോട് അഷ്റഫ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സുധീർ ഷാ പാലോട് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ലീഡ് നില ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ വാമനപുരം എന്ന് പറഞ്ഞിട്ട് കാര്യം, ധർമ്മടം പോലും തോൽക്കുമ്പോൾ പിന്നെ എന്ത് വാമനപുരം എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ അനവധി നേമത്ത് NDA ജയിക്കുന്നുണ്ട്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഏകദേശം 12,107 വോട്ടുകളുടെ ഭൂരിപക്ഷം. മോൻസ് ജോസഫ് 16,000-ൽ പരം ഭൂരിപക്ഷം. അങ്ങനെ വിദ്യാബാലകൃഷ്ണൻ 7,058 ഭൂരിപക്ഷം വരുന്നു. ഇനി നമുക്ക് പ്രധാനമായി നോക്കേണ്ടത് ഗണേഷ് കുമാറിന്റെ വിജയം. ഗണേഷ് കുമാർ ജയിച്ചോ ഇല്ലയോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെ ഗണേഷ് കുമാറിനേക്കാൾ മുന്നിൽ ജ്യോതികുമാർ ചാമക്കാലയുണ്ട് എന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം. എന്തായാലും ആവേശം അങ്ങനെ ഉയരുകയാണ്. ആവേശം ഉയരുമ്പോൾ വടകര അടക്കം KK രമയുടെ കയ്യിൽ തന്നെ സുരക്ഷിതം വടകര. അവിടുന്ന് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടില്ല. വടകരയിൽ ആദ്യമേ KK രമ തന്നെയാണ് 96 എന്ന സംഖ്യയിൽ എത്തി നിൽക്കുകയാണ്. ഏകദേശം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ്
ഈ മണിക്കൂറിൽ അവസാന മണിക്കൂർ നമുക്ക് പറയാൻ സാധിക്കുന്നത്.